ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ ഓൾ ഓഫ് യു വെൽക്കം ടു 9th ക്വസ്റ്റ്യൻ. ലെറ്റ് y = fx be a thrice differentiable function in -5 to 5. -5 to 5 ആണ് അതിന്റെ ഡൊമൈൻ. അത് 3 തവണ വരെയൊക്കെ ഡിഫറൻഷ്യബിൾ ആണ്. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ f ഡാഷും f ഡബിൾ ഡാഷും ഒക്കെ വരുന്നുണ്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. So the tangents to the curve y = fx at 1, f of 1, 3, f of 3 makes an angle π/6 and π/4 respectively with the positive x-axis. പോസിറ്റീവ് x-ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ ഇൻക്ലിനേഷൻ എന്നാണ് വിളിക്കുക. ഇൻക്ലിനേഷന്റെ ടാൻ എടുത്താൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. ടാൻജന്റ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ സ്ലോപ്പ് ഓഫ് ടാൻജൻസ് ആണ്. സ്ലോപ്പ് ഓഫ് ടാൻജൻസ് വെച്ചാൽ ഡെറിവേറ്റീവ് ആണ്. അതായത് 1 f of 1 ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ π/6 ആണ്. π/6ന്റെ ടാൻ 1/√3 ആണ്. ടാൻ π/6 അതാണ് f'1. സോ f'1 is equal to 1/√3. പിന്നെ 3 f of 3, അതായത് f'3 ടാൻ π/4 ടാൻ ഓഫ് 45 ഡിഗ്രി 1 ആണ്. അപ്പൊ ഇത്രയും വലിയൊരു സെന്റൻസ് ആണ്. ടാൻജൻസ് ടു ദ കർവ് y = fx at 1, f of 1, 3, f of 3 make angles π/6, π/4 respectively with the positive direction of x-axis. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ്, ഡെറിവേറ്റീവ്, ഇതിലൊക്കെ ഉള്ള കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. f'1 = 1/√3, f'3 = 1 എന്ന് അതിനെ ആ വലിയ വെർബൽ ഡിസ്ക്രിപ്ഷനെ മാത്തമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കണം. ദർ ഇസ് ദ സ്കിൽ. ഇനി വളരെ എളുപ്പമാണ്. ഈ ഒരു ഇന്റഗ്രേഷൻ ചെയ്യാനാണ് പറയുന്നത്. ചെയ്താൽ കിട്ടുന്ന ആൻസർ α + β√3. അപ്പോൾ √3 ഉള്ള ടേം √3 ഇല്ലാത്ത ടേമും കിട്ടുമായിരിക്കും. √3 ഇല്ലാത്ത ടേം ആൽഫ ആയിട്ടും √3 ഉള്ള ടേം ബീറ്റ. √3ന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് ബീറ്റ എടുക്കുക. അവസാനം α + β ആണ് ചോദിക്കുന്നത്. ഇന്റഗ്രൽ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും f'(t² + 1). അപ്പോൾ അതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. f'(t² + 1). അതിന്റെ ഇന്നർ ഫംഗ്ഷൻ f'(t) ആണ്. അതിന്റെ ഡെറിവേറ്റീവ് f'(t) ആണ്. അത്രയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലിമിറ്റ് 1 to 3 എന്ന് പറയുന്ന ലിമിറ്റിനെയും ഈ സബ്സ്റ്റിറ്റ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ 27 integral 1 to 3 f'(t² + 1 into f'(t) dt. Substitution goes to f'(t) is equal to u on differentiation f'(t) dt is equal to du. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. അടുത്തത് t is equal to 1 implies u is equal to f'1 വരും. f'1 1/√3 ആണ്. As t is equal to 3 upper limit, that implies u is equal to f'3 അഥവാ 1. So this is 27 integral 1/√3 to 1 u² + 1 du ആണ്. വളരെ ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. 27 u² du u³ / 3 to the limit 1/√3 to 1 plus integral 1 du u തന്നെയാണ് to the limit 1/√3 to 1. ഇതിനകത്ത് നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണല്ലോ. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 1/3 വരും. ലോവർ ലിമിറ്റ് കൊടുത്താൽ 1/√3 ആണ്. അത് ഓൾറെഡി 1/3√3 വരും. 1/3√3 / 3 1/9√3. യെസ്. പ്ലസ് ഇവിടെ അപ്പർ ലിമിറ്റ് 1, ലോവർ ലിമിറ്റ് 1/√3. സോ 1 - 1/√3. 27 കൊണ്ട് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ 27 × 1/3 is 9. 27 × 1/9√3 is -√3 plus 27 minus 27/√3 is 9√3. ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്താൽ കോൺസ്റ്റന്റ് ടേംസ് 9 + 27 36. √3ന്റെ ടേം -√3 minus 9√3 എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോഴേക്കും യെസ് -10√3 എന്നാണ് കിട്ടുന്നത്. സോ α is equal to √3 ഇല്ലാത്ത ടേം 36, β is equal to √3ന്റെ കോഎഫിഷ്യന്റ് -10. അവസാനം ചോദിച്ചത് α + β ആണ്. ദാറ്റ് is 36 - 10 is equal to 26. 26 എന്നാണ് ഇവിടെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നത് ഒരു ഡയറക്റ്റ് ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ ക്വസ്റ്റ്യൻ ആണിത്. പക്ഷേ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഫംഗ്ഷൻ f' f'" ഒക്കെയാണ്. f' ഡെറിവേറ്റീവ് ആണ്. f'' എന്നുള്ളതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ ഈസി ആയിട്ട് അവിടെ വർക്ക് ആവും. പിന്നെ f'(t)ന്റെ വാല്യൂസ് 1 ലും 3 ലുള്ള വാല്യൂസ് നേരിട്ട് തരുന്നതിന് പകരം ടാൻജൻസ് ഓൺ അറ്റ് ദോസ് പോയിന്റ്സ് മേക്സ് ദി ആംഗിൾ π/6 and π/4 എന്നാണ് തന്നത്. അതിനെ നിങ്ങൾ ഡെറിവേറ്റീവിന്റെ ടേമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. അത് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയാൽ വളരെ സ്മൂത്ത് ആയിരിക്കും. 26 നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ 2 കാണാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 9.